ഗുഡ് ആഫ്റ്റർനൂൺ. ഇത് നമ്മൾ വ്യത്യസ്ത തരത്തിലുള്ള ഹാൻഡിലുകളും വ്യത്യസ്ത തരത്തിലുള്ള ഫ്രെയിമുകളും വാൾ സൈസുകളൊക്കെ ഉണ്ടെന്ന് നമ്മുടെ മുമ്പത്തെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചെറിയൊരു ഡീറ്റെയിലിംഗ് തരാനാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് നമ്മുടെ ഒരു സാധാരണ ഡോറാണ്. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റീൽ വുഡ് എന്നുള്ള ആ ഒരു ടെക്നോളജി ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഇത് വുഡൻ ഫീൽ തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഇതിൽ നിങ്ങൾ നോക്കുക, ഇതിൻ്റെ ഫ്രെയിം സൈസ് വളരെ ചെറുതും ഒരു സിംഗിൾ കട്ടുമാണുള്ളത്. ഇതിന് സ്വാഭാവികമായിട്ടും വില കുറവാണ്. ഇതിൻ്റെ ഹാൻഡിലാണെങ്കിലും മോർട്ടീസ് ടൈപ്പിലുള്ള ഡിസൈനല്ല വില, ഇതിൻ്റെ ഈ ഫ്രെയിം മാറുന്നതിനും ഹാൻഡിൽ മാറുന്നതിനനുസരിച്ച് വിലയിൽ വ്യത്യാസം വരും. ഇപ്പം നിങ്ങൾ ഈ ഡോറ് നോക്കൂ. ഈ ഡോറ് ഇതിൻ്റെ ഉൾഭാഗം കുറച്ചും കൂടി ഡെപ്ത് കൂടുതലാണ്. ഇത് ഞങ്ങൾ 20 സെൻറ്റിമീറ്റർ വാൾ ഫ്രെയിം എന്ന് പറയുന്നത് ഈ കട്ടിങ് കണ്ടോ, ഇത് ഇത്രയും ഡെപ്ത് ആയിട്ടുണ്ട്. സാധാരണ ഫ്ലാറ്റ് ഫ്രെയിമിനേക്കാളും ഒരുപാട് സ്ട്രെങ്ത് കൊടുക്കുന്ന കട്ടിംഗ് ആണ് ഈ ഡബിൾ എഫ് കട്ടിംഗ് എന്ന് പറയുന്നത്. ഇത് സിംഗിളാണ്. സ്വാഭാവികമായിട്ടും വിലയിൽ ഇതിനേക്കാൾ കൂടുതൽ ഈ കട്ടിങ് മാറുന്നതുകൊണ്ടും ഡെപ്ത് മാറുന്നതുകൊണ്ടുള്ള വ്യത്യാസങ്ങൾ പ്രൈസിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു സംഗതിയാണ്. ഇനി അടുത്ത ഒരു ഡോറിലേക്ക് നിങ്ങൾ വരുന്ന സമയത്ത് കാണാൻ പറ്റും, ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 20 സെൻറ്റിമീറ്ററിന്റെ വാൾ കവർ ഉള്ള ഡോറാണ്. ഒപ്പം ഇതിന്റെ ഡബിൾ എഫ് കട്ടിംഗ് ഉള്ള ഡോറുകളാണ്. ഇതിൽ നിങ്ങൾ നോക്കേണ്ടത് ഇതിന്റെ സിലിണ്ടറിക്കൽ ഷേപ്പാണ് ഹാൻഡിൽ. ഈ ഹാൻഡിൽ ഞങ്ങൾ ഇത്രയും ലെങ്തായി കൊടുത്തിട്ടുള്ള ചില ബ്രാൻഡുകളൊക്കെ നോക്കുമ്പോൾ വലിയ ബാറ് കാണാൻ പറ്റും. എന്താ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചെറിയ ഒരു സ്ക്രൂവിന്റെ മുകളിൽ ടൈറ്റ് ചെയ്ത് നിർത്തിയേക്കുന്ന സാധനമാണ്. നമുക്ക് ഈ പൊസിഷനിൽ എത്ര വേണമെങ്കിലും പുഷ് ചെയ്താൽ കുഴപ്പമില്ല. പക്ഷേ ചെറിയ കുട്ടികളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ അവരിതിൻ്റെ മുകളിൽ കയറി ആടുകയും പിടിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സാധനം ഷെയ്ക്ക് വരും, ഇത് കംപ്ലൈൻറ്റ് വരികയും ചെയ്യും. അതുകൊണ്ടാണ് സേഫ്റ്റി ഫീച്ചറും കൂടി നോക്കിയിട്ടാണ് ഈ ഒരു മോഡറേറ്റ് ലെങ്ത് ഞങ്ങൾ കീപ്പ് ചെയ്തിട്ടുള്ളത്. നേരത്തെ കാണിച്ചു തന്ന ഈ ഹാൻഡിൽ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു മോർട്ടീസ് ടൈപ്പിലുള്ള ഹാൻഡിലാണ്. ഈ ഹാൻഡിൽ എന്ന് പറയുന്ന സമയത്ത് ഇത് ബാർ ഹാൻഡിലാണ്. ഒപ്പം ഇതിന് സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള സ്ക്വയർ ടൈപ്പിലുള്ള ഒരു സ്ക്വയർ നോബും കൂടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും മറ്റേ ഡോറിനേക്കാളും ഇതിന് വില കൂടും, ഇതിന്റെ ഹാൻഡിൽ മാറുന്നത് കൊണ്ടാണ്. മറ്റൊരു കാര്യം, ഈ ഡോറിനകത്തുള്ളത് ഒരു എക്സ്ട്രാ ആക്സസറീസ് ആണ്. ഒരു സ്ട്രിപ്പ് കാണാൻ പറ്റും. സ്വാഭാവികമായിട്ടും ഈ സ്ട്രിപ്പ് വരുന്ന സമയത്ത് ഇതൊരു എക്സ്ട്രാ ആക്സസറീസ് ആണ്. ഇതിന്റെ പ്രൈസും കൂടും. അപ്പൊ നമ്മൾ ഡോറ് മേടിക്കുന്ന സമയത്ത് ഫ്രെയിം സൈസ്, ഫ്രെയിമിന്റെ കട്ടിങ്, ഹാൻഡില്, അതുപോലെ തന്നെ വാൾ സൈസിങ് തുടങ്ങിയിട്ടുള്ള സെഗ്മെന്റുകൾ മാറുന്നതിനനുസരിച്ച് പ്രൈസിൽ മാറ്റങ്ങൾ വരും. അതല്ലാതെ നമ്മളൊരു ഡോറിന് എന്താ വില എന്ന് ചോദിക്കുന്ന സമയത്ത് ഇപ്പോൾ ഡബിൾ ഡോർ ഒക്കെ ആണെങ്കിൽ ഏകദേശം 35,000 രൂപ തൊട്ട് 2 ലക്ഷം രൂപ വരെയുള്ള വലിപ്പമുള്ള ഡബിൾ ഡോറുകളുണ്ട്. അതിന്റെ പ്രത്യേകത ഒന്ന്, ഇതിന്റെ വാൾ സൈസ്, ഈ കവർ ചെയ്യുന്ന ഏരിയ ഉണ്ട്, ഇത് 20 സെന്റിമീറ്ററിന്റെ കവറേജ് ആണ് ഈ എൻഡ് തൊട്ട് ഈ എൻഡ് വരെ വരുന്നത്. അപ്പൊ നമുക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോറ് ഈ ചുമരിലേക്ക് കയറി കഴിഞ്ഞാൽ 180 ഡിഗ്രിയിൽ ഈ ഡോറ് തുറക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ഈ ഡോറ് 180 ഡിഗ്രി നിൽക്കൂല, നേരെ നിൽക്കുള്ളൂ. അപ്പൊ അത് ആ ഒരു യൂട്ടിലൈസേഷൻ കിട്ടാനും ഒപ്പം ഒരു നല്ല ലുക്ക് കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും വാൾ കവറുള്ളത്. അപ്പൊ നമ്മൾ വാൾ കവറിങ് ഏരിയ എന്തുമാത്രം ഉണ്ട്, മഞ്ചാരി സിംഗിൾ കട്ടാണോ ഡബിൾ കട്ടാണോ, ഹാൻഡില് സാധാരണ മോർട്ടീസ് ഹാൻഡിലാണോ, ഇതൊക്കെ നമ്മൾ നോക്കിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് പ്രൈസിലുള്ള വേരിയേഷൻ മനസ്സിലാവുള്ളൂ. ഇത് ഞങ്ങളുടെ ഒരു പ്രീമിയം സീരീസിലുള്ള ഡോറാണ്, എംബറർ എന്ന് പറയും. ഇതിന്റെ കട്ടിങ് നിങ്ങൾ നോക്കൂ, ഇത് ട്രിപ്പിൾ എഫ് കട്ടിങ് എന്ന് പറയുന്നത്. ഇത് ഇത്രയും സ്ട്രെങ്ത് ഇതിന് കൊടുക്കുകയും ചെയ്യും, ഒപ്പം തന്നെ കാഴ്ചയ്ക്ക് ഇതിന് ഭംഗി കൂടുതലുണ്ടാവും. സ്വാഭാവികമായിട്ടും സാധാരണ ഫ്രെയിമിനേക്കാൾ കൂടുതൽ ഇതിന് വില കൂടുതലായിരിക്കും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ നമ്മളൊരു പ്രോഡക്റ്റ് മേടിക്കാൻ പോകുന്ന സമയത്ത് അതിനകത്ത് വരുന്ന ഡിഫറൻസുകളാണ് ഞാൻ ഈ പറഞ്ഞത്. ആ ഡിഫറൻസുകൾ നമ്മൾ നോക്കിയാൽ നമുക്ക് എപ്പോഴും നമ്മുടെ ഉപയോഗത്തിന് ഏറ്റവും അനുയോജ്യമായ സാധനം ഏറ്റവും എക്കണോമിക്കൽ ആയിട്ടുള്ള റേറ്റിൽ തന്നെ നമുക്ക് സാധനങ്ങൾ മേടിക്കാൻ പറ്റും.